നമസ്കാരം കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും പഠിക്കാൻ തയ്യാറാണോ? ഇന്ന് മധുരം എന്ന 5ാമത്തെ യൂണിറ്റിലെ താളും തകരയും എന്ന 2ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ചക്കയും മാങ്ങയും ഉപയോഗിച്ചുണ്ടാക്കാവുന്ന വിവിധ തരത്തിലുള്ള വിഭവങ്ങളെ അവതരിപ്പിക്കുകയാണ് താളും തകരയും എന്ന ഈ ലേഖനത്തിലൂടെ. അതുപോലെ തന്നെ പണ്ടുകാലത്തെ നമ്മുടെ ഭക്ഷണശീലത്തെയും രീതികളെയും ഈ ലേഖനത്തിലൂടെ പരിചയപ്പെടുത്തുന്നു. കുഞ്ഞുണ്ണി മാഷിന്റെ കൈയെഴുത്തും തലയിലെഴുത്തും എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തതാണ് ഈ പാഠഭാഗം. കുഞ്ഞുണ്ണി മാഷിനെ നിങ്ങൾക്കറിയാമോ? മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളാണ് കുഞ്ഞുണ്ണി മാഷ്. അദ്ദേഹം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കുട്ടേട്ടൻ എന്ന പേരിൽ എഴുതിയിരുന്നു. നമുക്കിനി പാഠഭാഗം നോക്കിയാലോ? താളും തകരയും. ചക്കയും മാങ്ങയും 6 മാസം, അങ്ങനെയും ഇങ്ങനെയും 6 മാസം എന്നാണ് പണ്ട് കേരളത്തിലെ മേത്തരവും ഇടത്തരവും കഴിച്ച് ബാക്കിയുള്ള ഇല്ലങ്ങളിലെയും ഇറച്ചിയും മീനും വയ്ക്കാത്ത വീടുകളിലെയും കൂട്ടാൻ വയ്ക്കൽ. പണ്ട് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിനു മുൻപ്. മാങ്ങാക്കാലത്ത് ഉച്ചയ്ക്ക് ചക്കക്കുരുവും മാങ്ങയും, വൈകുന്നേരം മാങ്ങയും ചക്കക്കുരു, അങ്ങനെയുള്ള വീടുകളുമുണ്ട്. അതാണ് അധികം കഷ്ടം. അങ്ങനെയെന്ന് വച്ചാൽ മത്തങ്ങയോ കുമ്പളങ്ങയോ വെള്ളരിക്കയോ കൈപ്പക്കയോ ഒന്നുമല്ല. അതെല്ലാം പണക്കാരുടെ വീടുകളിൽ. മത്തനില, കുമ്പളത്തിനില, വാഴമങ്ങ്, ഉണ്ണിപ്പിണ്ടി, കായത്തോല്, അങ്ങനെ കണ്ടതും കേട്ടതുമൊക്കെ. ചക്കക്കാലം ഇടിച്ചക്ക മുതൽക്കും മാങ്ങാക്കാലം കണ്ണിമാങ്ങ മുതൽക്കും തുടങ്ങും. ഇടിച്ചക്ക കഴിഞ്ഞാൽ കൊത്തച്ചക്ക കൊണ്ടുള്ള പ്രയോഗമായി, അത് കഴിഞ്ഞാൽ പച്ചച്ചക്ക കൊണ്ട്, പിന്നെയാണ് ചക്കപ്പഴത്തിന്റെ വരവ്. പച്ചച്ചക്കയുടെ മടലരിഞ്ഞ് മുള്ളുകളഞ്ഞ് ചെറുതായി അരിഞ്ഞ് തോരൻ വയ്ക്കും. പഴച്ചക്കയുടെ മടല് നുറുക്കി പുളിങ്കറി വയ്ക്കാം. പച്ചച്ചക്ക പൂഞ്ഞുകൊണ്ട് ചക്കക്കൂഞ്ഞ് എന്നും പറയും. മസാലക്കറി വയ്ക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്? കേരളത്തിലെ സാധാരണക്കാരുടെ വീട്ടിൽ പ്രധാനമായും ഇടം പിടിച്ചിരുന്നവയാണ് ചക്കയും മാങ്ങയും. പിന്നെയോ മത്തനില, കുമ്പളത്തിനില, വാഴമങ്ങ്, ഉണ്ണിപ്പിണ്ടി, കായത്തോല്, ഇവയൊക്കെ. ഇവയെല്ലാം വീട്ടുപറമ്പുകളിൽ ലഭിച്ചിരുന്ന ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ തന്നെ പണച്ചെലവില്ലാതെ കൃഷി ചെയ്തെടുക്കാൻ കഴിയുന്നവയുമായിരുന്നു. അതോടൊപ്പം ഇവയുടെ കായ്കൾ അന്നത്തെ പണക്കാർ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ എന്നും കുഞ്ഞുണ്ണി മാഷ് പറയുന്നു. തുടർന്ന് ചക്കയുടെയും മാങ്ങയുടെയും മാസത്തെ പറ്റി പറയുകയാണ്. ഇടിച്ചക്കയും പഴച്ചക്കയും പച്ചച്ചക്കയും കൊണ്ടുണ്ടാക്കിയിരുന്ന വിവിധ തരത്തിലുള്ള വിഭവങ്ങളെ ഈ പാഠഭാഗത്തിൽ പരിചയപ്പെടുത്തുന്നു. നമ്മൾ ചക്ക കഴിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. നിങ്ങൾക്ക് കേൾക്കണോ? ചക്ക മാഹാത്മ്യം. പണ്ട്, വളരെ പണ്ട്, പ്ലാവിൽ ഉണ്ടാക്കുന്ന ചക്കകൾ കഴിക്കുവാൻ കൊള്ളാമെന്ന് മനുഷ്യർക്ക് അറിയില്ലായിരുന്നു. ദേവന്മാരുടെ രാജാവിന് ഈ വിവരം മനുഷ്യരെ അറിയിക്കണമെന്ന് തോന്നി. ഒരു വഴിപോക്കനായി വേഷം മാറിയ അദ്ദേഹം ഒരു വീട്ടിൽ പോയി ആഹാരം ചോദിച്ചു. അപ്പോൾ രാത്രിയായിരുന്നു. വീട്ടിൽ ആഹാരം ഒന്നുമില്ലായിരുന്നു. ഈ വിവരം വീട്ടിലെ സ്ത്രീ വഴിപോക്കനോട് വിഷമത്തോടെ പറഞ്ഞു. അപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ഒരു പ്ലാവിനെ ചൂണ്ടിക്കാട്ടി അതിന്റെ ഫലത്തിന്റെ കുരു വേവിച്ചു തരുവാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അടുക്കളയിൽ തീയ്ക്കു മുകളിൽ വെച്ച് വീട്ടമ്മ ചക്കക്കുരു വേവിച്ചു. ആവി പറക്കുന്ന വിഭവത്തിന്റെ മണം ഹൃദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അല്പം മാറ്റിവെച്ച ശേഷമാണ് വീട്ടമ്മ വഴിപോക്കന് കൊടുത്തത്. മാറ്റിവെച്ച ഭാഗം പിന്നീട് വീട്ടമ്മ കഴിച്ചു. ഹോ, എന്തൊരു രുചിയായിരുന്നു അതിന്! ഇതിന്റെ കുരുവിന് ഇത്ര രുചിയാണെങ്കിൽ ചുളയ്ക്ക് എത്രമാത്രം സ്വാദുണ്ടാവും! ഈ സംഭവത്തിനു ശേഷമാണത്രേ മനുഷ്യർ ചക്ക ഉപയോഗിക്കാൻ തുടങ്ങിയത്.
നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമായോ? പാഠത്തിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും ഇന്ന് പഠിപ്പിച്ച ഭാഗം നന്നായി വായിച്ചു നോക്കണം. അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.